ദേശീയപാതാ വികസനത്തോടനുബന്ധിച്ച് തളിപ്പറമ്പ് കണിക്കുന്നിലെടുത്ത കുഴികൾ ഇന്ന് നാട്ടുകാർക്ക് മരണക്കെണിയായി മാറി. ഒരാഴ്ചയായി തുടരുന്ന ഈ ദുരിതം ഒരു നാടിനെയാകെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. വഴിമുട്ടിയ കണിക്കുന്നുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വികസനത്തിന്റെ പേരിൽ കുഴിച്ച കുഴികൾ ഇപ്പോൾ കണിക്കുന്നുകാർക്ക് അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മേൽപ്പാലത്തിന്റെ തൂണുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ബീമുകൾ സ്ഥാപിക്കുന്നതിനായി കൂട്ടിയിട്ട മണ്ണ് ബീമുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. വലിയ കൂനയായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ ഒലിച്ചിറങ്ങി വീടുകൾക്കുള്ളിലേക്കെത്തിയതോടെ ദുരിതം ഇരട്ടിയായി. എന്നാൽ അതിനേക്കാൾ ഭീതി ഉയർത്തുന്നത് ഒരാൾ പൊക്കത്തിൽ ദേശീയപാത അധികൃതർ കുഴിച്ച കുഴിയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ചോർച്ചയെ തുടർന്നെടുത്ത ഈ കുഴി ഒരാഴ്ച പിന്നിട്ടിട്ടും മൂടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അംഗൻവാടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വലിയ കുഴിയുടെ വക്കിലൂടെയുള്ള ഇടുങ്ങിയ പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. രാത്രികാലങ്ങളിൽ കുഴി കാണാതെ നിരവധി പേർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. ഇവിടെ ഒരു വലിയ കുഴി കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ജപ്പാന്റെ പൈപ്പ് കൂട്ടി ലീക്കായിട്ട് അത് കുഴി കുഴിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുഴിച്ചതാണ്. ആ കുഴി 3-4 ദിവസമായി ഇവിടെ കുഴിച്ച് വെച്ചിട്ട് ഇതുവരെ അത് മൂടിയിട്ട് കാണുന്നില്ല. ഇതിലെ കൂടെ നടന്നിട്ട് ആൾ പോകുന്നതാണ്, അപ്പുറത്തേക്ക് പോകുന്നതാണ്. ഇതിനകത്ത് വീണ്ടെന്നൊക്കെ സംഭവിച്ചാൽ അന്നേരം വന്നിട്ട് നടപടി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കുറേ മാന്തിനും മണ്ണപ്പുറപ്പിട്ടുണ്ട്. മഴ പെയ്താൽ എല്ലാം ഒഴിച്ചിട്ട് ഇത് ആദ്യം ഇങ്ങോട്ടായി വരുക. ഈ താഴോളം ബുദ്ധിമുട്ടാണ് ഇതിനെ അനുഭവിക്കുന്നു. അത് വയലിലാണ് വെള്ളം കയറിയിട്ട് ചളിയും വെള്ളവും കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് കുറേ വിഷയം ഉണ്ടായതാണ്. അപ്പോൾ മഴ വരുന്നതിന് മുന്നേ ഈ അടുത്ത ഒരു വിഷയം ഇല്ലാണ്ട് കാണുന്ന രീതിയിലേക്ക് ഈ ഓവുചാൽ ഓപ്പൺ ആക്കിയിട്ട് മണ്ണെടുത്ത് നീക്കി മണ്ണ് ഒലിച്ചു വരാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ആക്കി തരണം എന്നാണ്. യാതൊരുവിധ അപകട മുന്നറിയിപ്പ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നത് അപകടത്തിന്റെ ഭീതി വർദ്ധിപ്പിക്കുന്നു. കണിക്കുന്ന് പുളിമ്പറമ്പ് റോഡ് ഇത്തരത്തിൽ വെട്ടിപ്പൊളിച്ചതോടെ അക്കരെയുള്ള കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കാൽനടയാത്ര മാത്രമാണ് ഏക പോംവഴി. കിടപ്പ് രോഗികളുള്ള വീടുകളിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പോലും വാഹനമെത്തിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. കഴിഞ്ഞ ദിവസം പെയ്ത മഴക്ക് ചളിയും വെള്ളവും വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് ഒരു ചളി കെട്ടി വന്നിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. വീടിൻ്റെ മുറ്റത്ത് റോഡുണ്ട്. ആ റോഡിൻ്റെ ആടെയും ചളിയായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അത് റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് 2 ഭാഗം ഓവുചാല് ശരിയാക്കി റോഡ് നന്നാക്കി തരണം. ഇതിൽ ഒരാൾക്കും പോകാനും പറ്റുന്നില്ല, നടന്നു പോകാൻ പറ്റുന്നില്ല. വീടിന് അടുത്ത വീട്ടിലെ ഒരാൾ വീട് ഒഴിഞ്ഞു പോവരുത്. ഇങ്ങനത്തെ മഴക്ക് വീട്ടിൽ വേറെ സ്ഥലത്തേക്ക് മാറുവരുത്. ദേശീയപാത നിർമ്മാണ കരാറുകാരായ മേഘ കൺസ്ട്രക്ഷന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. മഴക്കാലം എത്തുന്നതിന് മുൻപ് കുഴിമൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമോ എന്നാണ് കണിക്കുന്നുകാർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.